ഹലോ, ഞാനിതൊന്ന് അമ്പലത്തിൽ പോകാൻ പോയായിരുന്നു. ഇന്ന് ധനു ഒന്നല്ലേ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയിട്ട് പോകാം. അപ്പോൾ ഫോക്സ് ടെയിൽസിൻ്റെ ആണ് ഞാനിന്ന് എടുക്കുന്നത്. ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് ഇപ്പോൾ വന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് എല്ലാം കണ്ട് നോക്കിയപ്പോഴാണ് ഇത് മേടിക്കണമെന്നുള്ളൊരു ആശയ്ക്ക് ഞാൻ മേടിച്ചതാണ്. പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇട്ടത് ഫോക്സ് ടെയിലിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ്. ഇൻ ദ ലൈം ലൈറ്റ് സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ എന്നാണ്. വിറ്റമിൻ സി പ്ലസ് നിയാസിനമൈഡ് പ്ലസ് പെപ്റ്റീഡ്സ് എന്നാണ്. പെപ്റ്റീഡ്സ് എന്നാണെന്ന് തോന്നുന്നു. അതാണ്. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും പോൾസ് ആൻഡ് സ്കാർസ് ഉണ്ടല്ലോ, നമുക്ക് കുരു വന്നത്, അതെല്ലാം മാറും കേട്ടോ. അതിന് കാര്യമായിട്ടാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അത്യാവശ്യം നല്ലൊരു വരുന്നൊരു മുഖമാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഫോക്സ് ടെയിലിൻ്റെ തന്നെ സൺസ്ക്രീനാണ്. ഗ്ലോ സൺസ്ക്രീൻ, ഗോൾഡൻ ഹവർ ഗ്ലോ സൺസ്ക്രീൻ എന്നാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എന്താ എന്ന് പറയുന്ന ഒരു എന്തുവാ തിളക്കം, നമ്മുടെ ബ്ലഷിൻ്റെ അവിടെ ഒരു തിളക്കം വരുമല്ലോ, അതിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം അതുപോലെയാണ് ഉള്ളത്. ഇപ്പം അടുത്ത ഞാൻ കണ്ണെഴുതാൻ പോകണ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐ ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഞാൻ വരയ്ക്കാറില്ല. അപ്പോൾ ഞാൻ കണ്ണ് മാത്രമേ എഴുതാം. ഞാൻ കണ്ണെഴുതി കൊടുക്കാൻ പോകണേ. അതിൻ്റെ തന്നെ അവിടെ ഒരു ചെറിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ, കാണിക്കാതെ. യെസ്, കണ്ണാടി അടിപൊളിയാണ്. കുഞ്ഞു കണ്ണാടിയാണ്. പക്ഷെ അതിനകത്ത് നോക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ അവിടെ വേറെ കണ്ണാടികളൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് നോക്കി എഴുതുന്നത്. ഭയങ്കര പാടാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തു. ഒരു കണ്ണിൽ എഴുതി കൊടുക്കുവാണ്. പ്രൊഡക്റ്റ് ചെയ്യുന്നു. പിന്നെ കൂടി എടുത്ത് അപ്പറേ കണ്ണിനും കൂടി എഴുതാൻ പോവാം. ഇത് നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മുടെ വാട്ടർ ലൈൻസ് മേലും താഴെ എഴുതാം. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബ്രഷ് വെച്ച് കണ്ണടച്ച് ആ ബ്രഷ് ഒന്നിങ്ങനെ വലിച്ചാൽ നമുക്ക് മുകളിലും എഴുതാൻ പറ്റും കേട്ടോ. ഞാൻ എഴുതി കാണിക്കാതെ ഇപ്പോഴും ഞാൻ എഴുതും. ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് എഴുതിയാൽ വാട്ടർ ലൈൻസിനും കൂടി ആവും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് എന്തുവാ, അതെ, മേളിലും കൂടി വരച്ചത്. ഇത് കളർ എസൻസിൻ്റെ ഐ ലൈനറാണ്. നല്ല വാട്ടർ പ്രൂഫാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. പോകത്തൊന്നുമില്ല. നമ്മുടെ എണ്ണ നന്നായിട്ട് വെച്ചൊന്ന് ഇതാക്കിയാൽ മാത്രമേ പോകുള്ളൂ, അല്ലാതെ പോവില്ല. അപ്പോൾ ഞാൻ മുകളിലും കൂടി വിങ് വരച്ചു കൊടുക്കും. ഇപ്പം എനിക്ക് ഈയിടെയായിട്ട് വിങ് വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞാൻ മസ്കാര എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ടാണ്. മസ്കാര ഇട്ടാലും അടിപൊളിയാണ്. നമ്മുടെ ലാഷ് എല്ലാം വരുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഞാനതെല്ലാം വരച്ചു കൊടുക്കുകയാണ്. വരച്ചു കൊടുക്കണം. പദ്ധതിക്ക് വെച്ചിരിക്കുന്ന വരയ്ക്കുമല്ലോ ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കണ്ണിലേക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ മുടിയെല്ലാം കെട്ടിയിട്ട് ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ടിട്ട് കാണാം. എനിക്ക് ഞാൻ പറയാം, ലിപ്സ്റ്റിക് വന്നു. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ പാലറ്റാണ്. ഇത് ബിഗിനേഴ്സിനെല്ലാം പറ്റുന്നതാണ്. നമുക്ക് വേറെ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് 3 കളറേ ഉള്ളൂ. ഇത് ഈ അറ്റം പിന്നെ ഈ ഒരു താഴത്തെ റോയിലെ രണ്ടാമത്തെ അങ്ങനെ അതെല്ലാവരും ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ എൻ്റെ ഫോട്ടോ കൊടുക്കാം. ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്നല്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ 50 മണി തന്നെ വന്നതുകൊണ്ട് നമ്മുടെ ബഡ് സംക്രാന്തി എന്ന് പറയും. അപ്പോൾ അവിടെ അമ്പലത്തിൽ പൂജയുണ്ട്.